ഹലോ എവ്രി വൺ. ഇന്ന് ചപ്പാത്തിക്ക് പറ്റിയ നല്ലൊരു കുറുമയാണ് ഉണ്ടാക്കണേ. അതിന് എണ്ണ ചൂടാക്കി ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ടു, പിന്നെ ഒരു സവാള ഒരു പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലേക്ക് റോ സ്മെൽ പോകുന്നത് വരെ. ഇനിയിപ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ടേമറിക് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, ഒരു 3/4 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു 1.5 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം, ഈ പൊടികളുടെ പച്ച മണമൊക്കെ മാറുന്നത് വരെ. ഇനിയിപ്പോൾ ആ പൊടികളുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനിയിപ്പോൾ തക്കാളിയുടേതാ പേസ്റ്റാണ്, നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തൈരും ഈ മസാലയിലും നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാൻ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, ക്യാരറ്റും പിന്നെ ബീട്രൂട്ടും. പീസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ അത് നന്നായിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് ഈ 3 വെജിറ്റബിളാണ്. ബീൻസ് ഒക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം, കോളിഫ്ലവർ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ വെജിറ്റബിൾസ് കുക്കാവുമ്പോൾ നമുക്ക് അരയ്ക്കാനായിട്ട് കുറച്ച് നാളികേരം, പൊട്ടുകടല, പെരുംജീരകം ഇത് വെച്ചിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് കവർ ചെയ്ത് വേവാനായിട്ട് വെക്കാം. ഇപ്പോൾ ഞാൻ നാളികേരവും പൊട്ടുകടലയും പെരുംജീരകവും എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ കോക്കനട്ട് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇപ്പോൾ മിക്സി പാത്രം തന്നെ കഴുകി അതിൻ്റെ വെള്ളവും കുറച്ചും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറിക്ക് കുറച്ചൊരു വെള്ളമയവും ഉണ്ടാവും, ഒരു ചാറ് കിട്ടുമല്ലോ. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 2 to 3 മിനിറ്റ്സ് ഒന്ന് നന്നായിട്ട് ബോയിൽ ആവട്ടെ. എന്നിട്ട് ഫൈനലി നമുക്ക് കൊറിയാൻഡർ ലീവ്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ അടിപൊളിയായിട്ട് ഒരു വെജിറ്റബിൾ കുർമ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിക്ക്. അപ്പോൾ ഒരു വെറൈറ്റി കറി. അപ്പോൾ ഇന്ന് ചപ്പാത്തിക്ക് ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾക്കിഷ്ടമായി. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കും ഇഷ്ടമാകും. Thank you for watching my YouTube channel.